നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തുലാക്കൂറിൽപ്പെട്ട ചിത്രയുടെ ആദ്യ പകുതി, അതായത് 1-2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്ന തുലാക്കൂറുകാരുടെ 2024 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. തുലാക്കൂറുകാരുടെ ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇപ്പോൾ വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നു, രാഹു 6-ലും കേതു 12-ലും, ശനി 5-ാം ഭാവത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശനിക്കും രാഹുവിനും കേതുവിനും ഈ വർഷം മാറ്റങ്ങളില്ല. എന്നാൽ 2024 മെയ് 1-ന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ തുലാം രാശിയുടെ അഷ്ടമഭാവത്തിലേക്കാണ് വ്യാഴ സംക്രമണം നടക്കുന്നത്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം തുലാക്കൂറുകാർക്ക് 2024 എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ 2023 ഗുണപ്രദമായിരിക്കും 2024. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു വർഷക്കാലമാണ്. അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. താൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ തന്നെ ജോലി ലഭിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം എന്നിവ ലഭിക്കുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടവും കർമ്മവിജയവും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. അവിടെയും നല്ല ജോലി ലഭിക്കാനും വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനനേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും. അവരുടെ ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും ആകും. എന്നാൽ മെയ് 1 മുതൽ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനും അവ പ്രാവർത്തികമാക്കാനും ആകും. കൂടുതൽ അനുകൂലമായ വാസസ്ഥലം ലഭിക്കുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ തീരുമാനമാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. എല്ലാ കാര്യത്തിലും ഒരു കാര്യവിജയം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ മെയ് 1 മുതൽ ചില മാനസിക പ്രയാസങ്ങളും അധികാരികൾ മൂലം പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട്. രോഗാവസ്ഥകൾ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുവാനും മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും. പൊതുവെ ദേഷ്യം വർദ്ധിക്കുവാനും വാക്കുകൾ കഠിനമാകാനും സാധ്യതയുണ്ട്. ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും സ്ഥാനഭ്രംശം, ധനനാശം, ഭാഗ്യദോഷങ്ങളും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. ദുർജന സംസർഗം ഉണ്ടാകാനും ഇടയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാനും സാധ്യതയുണ്ട്. കുടുംബക്കാരുമായി കേസ്, വഴക്ക് എന്നിവ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. സന്താനലബ്ധിക്കും കാലതാമസം നേരിടാനിടയുണ്ട്. കഠിന പ്രയത്നം കൊണ്ട് ജോലിക്കാര്യങ്ങൾ സുഗമമായി നടക്കും. പല സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. ദൂരദേശ യാത്രകൾ ഉണ്ടാകാനും യാത്രാക്ലേശങ്ങളും വന്നുപെടാം. ചുരുക്കി പറഞ്ഞാൽ 2024 തുലാക്കൂറുകാരുടെ ആദ്യ പകുതിയായിരിക്കും 2-ാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ഗണപതി ഹോമം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വർഷഫലങ്ങളെല്ലാം ഗോചരഫലങ്ങളാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഗോചരഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ടു പോകേണ്ടതാണ്. ഗ്രഹനിലകൾ പരിശോധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വർഷഫലങ്ങളിൽ ശനി, രാഹു, കേതു, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടുതൽ വിശദമായ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. മാസഫലങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്.
അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.